അല്ല ഇപ്പൊ സിനിമയും സീരിയൽ എന്നൊക്കെ പറഞ്ഞു പുറകെ നടന്ന കുറെ ചങ്ങാതി ഇപ്പൊ എന്താ ഹേമ റിപ്പോർട്ട് അങ്ങനെ റിപ്പോർട്ടില്ലേ അല്ലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെ എന്തോ റിപ്പോർട്ടുണ്ട് അങ്ങനല്ലേ അങ്ങനെ റിപ്പോർട്ടുണ്ട്. പഠിച്ചവനെ സിനിമാക്കാരൊക്കെ പീഡിപ്പിക്കാൻ നൽകട്ടെ, അള്ളാഹു കാത്തിരിക്കട്ടെ. നിങ്ങള് മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ആരാധിച്ചിരുന്ന ജേതാക്കന്മാരൊക്കെ ഇപ്പൊ പീഡനത്തിന്റെ പുറയിലാ പ്രിയപ്പെട്ടവരെ. പല പേരുകൾ ഇനിയിപ്പോ ഇതിന്റെ റിപ്പോർട്ടൊക്കെ വരുമ്പോ മരിച്ച സത്യനും തിലകനും ഒക്കെ പ്രതികളും ബാക്കി ജീവിച്ചിരിക്കുന്നവരൊക്കെ നല്ലവരുമാകും. അള്ളാഹു കാത്തിരിക്കും മറവട്ടെ. എന്തായാലും സിനിമയുടെയും സീരിയലിന്റെയും പുറകെ നമ്മുടെ സമയം എന്റെ പ്രിയപ്പെട്ടവരെ കളയാൻ പാടില്ല. നന്മകൾ ചെയ്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ് നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ. ഇനി ഉസ്താദെ ഞങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയൂല, ഞങ്ങൾക്ക് പൈസ കൊടുക്കാൻ കഴിയൂല, ഞാനൊരു ചെറിയ ദിക്റ് പറഞ്ഞു വന്ന ചെല്ലുവോ? ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാൻ റസൂലുള്ളാഹ് പറഞ്ഞു വന്ന ദിക്റ് ചെല്ലാൻ പറഞ്ഞ ചെല്ലുവോ? ഞാൻ ചോദിക്കട്ടെ, ഈ ചെറുപറമ്പിൽ നിങ്ങൾക്ക് കിട്ടിയ ഭാര്യയെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പ. ആരില്ല? പെണ്ണുങ്ങൾ എവിടെ ഇരിക്കണം ഉസ്താദ്? പുറകില്ല. സ്ക്രീൻ ഉണ്ടോ? സ്ക്രീൻ ഉണ്ട്. ചില ആളുകള് കൈവക്കാൻ വന്നപ്പോ വേണം ഉസ്താദെ. ഞാൻ കർണാടകയിൽ പുരുഷരക്കട്ട എന്നൊരു സ്ഥലമുണ്ട്. ഞാൻ അവിടെ വാഴവിന് പോയപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ പുരുഷരക്കട്ടയിൽ ലഭിച്ച ഭാര്യ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവര് കൈവക്കാൻ. കുറെ ആളുകൾ കൈവക്കിയില്ല, ആരും കൈവക്കിയില്ല. ഞാൻ രണ്ടാമത് പിന്നെയും ചോദിച്ചു, പുരുഷരക്കട്ടയിൽ നിങ്ങൾക്ക് ലഭിച്ച ഭാര്യ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവരെ കൈവക്കാൻ. അപ്പോഴും ആരും കൈവക്കിയില്ല. ഞാൻ ഇനി ഓർത്തു വെച്ചാൽ എന്റെ ഭാഷ മനസ്സിലാണ്ടായിരിക്കും. ഞാൻ പിന്നെയും ചോദിച്ചു, ആംഗ്യത്തിലൊക്കെ ചോദിച്ചു, പുരുഷരക്കട്ടയിൽ നിങ്ങൾക്ക് കിട്ടിയ പെണ്ണിനെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവരെ കൈവക്കാൻ. പള്ളിയുടെ സെക്രട്ടറി അപ്പൊ എന്റെ ചെവി വന്നിട്ട് പറയും, ഉസ്താദേ ഇവിടെയോ സമാധാനം ഇല്ല, പിന്നെ എന്തിനാ ഉസ്താദ് അവിടെ? അല്ലാഹു നൽകട്ടെ, അള്ളാഹു കാത്തിരിക്കും മറവട്ടെ. അപ്പൊ എന്തായാലും ഈ പറയുന്ന ദിക്ർ ആരാണോ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ചെല്ലുന്നത് അവർക്ക് നന്മയുടെ പ്രതിഫലമുണ്ട്. അവർ ജന്നാത്തുൽ ഫിർദൗസിലാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറയുന്ന ദിക്ർ ഇത്ര തവണ ഒരുമിച്ചിരുന്ന് ചെല്ലണം. ഇനി ഉസ്താദേ എനിക്ക് വേണ്ട ഉസ്താദെ, ഞാൻ പേടിച്ചിട്ട് കൈവക്കിയ ഉസ്താദെ, നാളെ ഇന്നോട് വിളിച്ചിട്ട് വീട്ടിൽ ചെല്ലാൻ പറയുമ്പോൾ ഞാൻ 33 ചെല്ലൂല, ഞാനൊരു 30 ചെല്ലിട്ട് ഞാൻ നിർത്തി ഉസ്താദെ. അല്ലാഹു കാത്തിരിക്കും മറവട്ടെ. ദിക്റേതാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ. പടച്ചവനെ കല്യാണ പ്രായമാകുകയാ. ഫാത്തിമ ബീവിക്ക് വിവാഹം ചെയ്തു കൊടുത്തതു പണക്കാരനെയല്ല, സമ്പന്നനെയല്ല, പൈസയുള്ളവനെയല്ല, ലോകത്തിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് കല്യാണോലോചന കടന്നു വരുമ്പോ ഒരുപാട് സമ്പന്നര് കടന്നു വരികയാ, ഒരുപാട് കച്ചവടക്കാര് കടന്നു വരികയാ, ഒരുപാട് ആസ്തികളുള്ളവര് കടന്നു വരികയാ. റസൂലുള്ളാഹിയുടെ ചാരത്ത് വന്നിട്ട് ഫാത്തിമയെ വിവാഹം ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോ ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഇല്ല 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 ഇല്ല. ലോകത്തിന്റെ പ്രവാചകനതാ തെരഞ്ഞെടുത്ത വരനുണ്ടല്ലോ, ആരെന്നറിയോ? തലയിലെന്റെ പ്രിയമുള്ളവരെ പുല്ല് ചുമന്നുകൊണ്ട് അല്ലാഹുവേ മദീനയുടെ തെരുവോരത്തിലൂടെ, അറേബ്യയുടെ തെരുവോരത്തിലൂടെ പുല്ല് ചുമന്നുകൊണ്ട് ഓരോ വീടുകളിൽ കൊണ്ട് വിൽക്കുന്ന സയ്യിദുനാ അലിയാർ തങ്ങളാ. അല്ലാഹുവേ അലിയാർ തങ്ങളെ തെരഞ്ഞെടുക്കുകയാ. അലിയാർ തങ്ങൾ പാവപ്പെട്ടവനോ, അലിയാർ തങ്ങൾ മിസ്കീനാ, അലിയാർ തങ്ങൾ സമ്പത്തില്ലാത്തവനാ. പടച്ചവനെ അലിയാർ തങ്ങൾക്ക് നിക്കാഹ് ചെയ്യുകയാ. അലിയാർ തങ്ങളുണ്ടല്ലോ ഫാത്തിമ ബീവിയോടൊപ്പം സന്തോഷത്തോടുകൂടി ജീവിക്കുകയാ. ഒരു ദിവസം എന്റെ പ്രിയമുള്ളവരെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പടച്ചവനെ ഉഴുങ്ങാട്ടിയിട്ട് ഫാത്തിമ ബീവിയുടെ കൈകളുണ്ടല്ലോ ചോര വരികയാ, പൊട്ടുകയാ, ചീഞ്ചലം വരികയാ. അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയുടെ കൈകൾ കാണുകയാ. അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയോട് എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ഫാത്തിമ നീ നിന്റെ വാപ്പയാകുന്ന ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറഞ്ഞാൽ റസൂലുള്ളാഹിയുടെ കയ്യിലുള്ള അടിമയെ സഹായിയായിട്ട് തരുമല്ലോ. എന്നാൽ നിനക്കുണ്ടല്ലോ ഉപകാരമാണ് ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കടന്നു പോവുകയാ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്.
റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുകയാ. റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമ്പോ റസൂലുള്ള വീട്ടിലില്ല, റസൂലുള്ള ഭവനത്തിലില്ല. റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ ബീവി വീടിന്റെ അകത്തന്റെ പ്രിയമുള്ളവരെ ഇരിക്കുകയാ. ഫാത്തിമ ബീവി കടന്നു ചെല്ലുകയാ. ആയിഷ ബീവിയോട് പറയുകയാ, വാപ്പ വരുമ്പോ റസൂലുള്ള വരുമ്പോ ഒരടിമയെ തരുമോ എന്ന് ചോദിക്കണേ. ഫാത്തിമ ബീവി കടന്നു പോകുകയാ. പടച്ചവരെ, പാതിരാത്രി സമയത്ത് അല്ലാഹുവിന്റെ റസൂല് കടന്നു വരികയാ. റസൂലുള്ള കടന്നു വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, കടന്നു വന്നു നബിയേ, ഒരാവശ്യം പറഞ്ഞു നബിയേ. റസൂലുള്ള ആയിഷ ബീവിയോട് ചോദിക്കുകയാ, എന്താഗ്രഹമാ പറഞ്ഞത്, എന്തഭിലാഷമാ പറഞ്ഞത്, എന്നോടൊന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവി പറയുകയാ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, ഒരടിമയെ ചോദിച്ചു നബിയേ, കൊടുക്കാൻ കഴിയുമോ നബിയേ. റസൂലുള്ളാഹിയുടെ മുഖമെന്റെ പ്രിയമുള്ളവരെ ചുമക്കുകയാ. റസൂലുള്ള ദേഷ്യപ്പെടുകയോ, ഫാത്തിമയുടെ വീടിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. വീടിന്റെ വാതിൽ തുറന്നുകൊണ്ട് അകത്തേക്ക് കയറുകയാ. ഫാത്തിമയെ വിളിക്കുകയാ, അലിയാര് തങ്ങളെ വിളിക്കുകയാ. രണ്ടുപേരോടും സലാം പറയുകയാ. ഫാത്തിമ ബീവിയുടെ നെറ്റിത്തടത്തിൽ പടച്ചവനെ ചുംബനമുണ്ടല്ലോ നൽകുകയാ. എന്നിട്ടാ ഫാത്തിമയോട് ചോദിക്കുകയാ, ഫാത്തിമ, അടിമയെ വേണോ, അടിമയെ നിനക്ക് വേണോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, യാ റസൂലല്ലാഹ്, ഒരടിമയെ തന്നാൽ സൗകര്യമാ, ഉപകാരമാ, സഹായകമാ. ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, ഇല്ല ഫാത്തിമ, ആർക്ക് ഞാൻ അടിമയെ കൊടുത്താൽ എന്റെ പൊന്നുമോൾക്ക് ഫാത്തിമയ്ക്കുണ്ടല്ലോ ഒരടിമയെ ഞാൻ തരൂല ഫാത്തിമ. റസൂലുള്ള പറയുകയാ, റസൂലുള്ള ഫാത്തിമ ബീവിയോട് പറയുകയാ, ഞാനൊരു നന്മ പറഞ്ഞു തരാം. ഈ പറയുന്ന നന്മയുണ്ടല്ലോ ഫാത്തിമ, നീയും നിന്റെ ഭർത്താവും ഉണ്ടല്ലോ, പാതിരാത്രിയിൽ കിടക്കപ്പായിൽ ഇരുന്നു കൊണ്ട് ചൊല്ലിയാൽ അൽഹംദുലില്ലാഹ് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടെന്ന് റസൂലുള്ള പറയുകയാ. എന്റെ ചെറുപ്പക്കാരാ, ഏതാ ദിക്റം അറിയോ? വീട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഉളുവെടുത്തുകൊണ്ട് കിടക്കപ്പായിൽ ഇരുന്നു കൊണ്ട് ചെറുപറമ്പിലെ വാപ്പാ, ചെറുപറമ്പിലെ ഉമ്മോ, നിങ്ങൾ ചെല്ലേണ്ട ദിക്റാ റസൂലുള്ള. നിങ്ങൾ ചെല്ലേണ്ടത് ഏതാ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ പറയുന്ന ദിക്ർ 33 തവണ ചെല്ലണവരാരാ, അവർക്ക് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാൻ കഴിയുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ഭാര്യമാരുണ്ട്, ഭർതയൊക്കെ ഭയങ്കര ഇട്ട് നടത്തായിരിക്കും, പക്ഷേ ഭർത്താവിനെ അനുസരിക്കാത്ത ചില ഭാര്യമാരുണ്ട്. ഭർത്താവ് പറയാം, ആമിന പോകരുത്, നിങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ നെഞ്ചത്തൊട്ടിട്ട് ഞാൻ പോകുന്ന ചില ഭാര്യമാരുണ്ട്. അല്ലാഹു ഹീമ നൽകട്ടെ, അല്ലാഹു കാത്തിരിശിക്കും മറവട്ടെ. നല്ല ഭാര്യ എല്ലാവർക്കും വേണം, നല്ല ഭർത്താവ് എല്ലാവർക്കും വേണം. ഞാൻ കാസർഗോഡ് ഒരു ഭാഗത്ത് നിന്നിട്ട് ചോദിച്ചു, നല്ല ഭാര്യമാരെ വേണ്ടവരെ കൈവക്കാൻ. 98% പൊക്കിയ ആൾക്കാർ കെട്ടിയവരാ. അല്ലാഹു ഹീമ നൽകട്ടെ, അല്ലാഹു കാത്തിരിശിക്കും മറവട്ടെ. കെട്ടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉസ്താദേ 4 കെട്ടാരും ഉസ്താദേ, ഇവിടെ ഒന്ന് തന്നെ കെട്ടിട്ട് എല്ലാവരും വിട്ടിരിക്കും. അല്ലാഹു ഹീമ നൽകുമാറാവട്ടെ. ഞാൻ പറയാ, നല്ല ഭാര്യമാരെ വേണ്ടവര്, നല്ല ഭർത്താക്കന്മാരെ വേണ്ടവര് ഏതാ? ഏത് ദുആ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. നല്ല
മക്കളെ വേണ്ടവര്, നല്ല ഭാര്യമാരെ വേണ്ടവര്, നല്ല കുടുംബം വേണ്ടവര് എന്തല്ലേ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ ഞങ്ങളുടെ ദാമ്പത്തിക ജീവിതത്തിലും ഞങ്ങളുടെ മക്കളിലും കുടുംബത്തിലും അല്ലാഹു നീ ബറക്കത്ത് നൽകണേ റഹ്മാനേ, ബറക്കത്ത് നൽകണേ റഹ്മാൻ. അല്ല, മക്കളുണ്ടായിട്ട് കാര്യമുണ്ടപ്പാ, മക്കളെ കൊണ്ട് കരയേണ്ട അവസ്ഥ ആലോചിച്ച് നോക്കി. എന്നൊരു വാപ്പ പറഞ്ഞു, ഉസ്താദെ 3 മക്കളുണ്ട് ഉസ്താദെ, ഞാൻ ഓരോ ആഴ്ച ഓരോ പോലീസ് സ്റ്റേഷനിലാണ് ഉസ്താദെ, അല്ലാഹു ഹീമ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. എന്താ എനിക്ക് 3 മക്കളുണ്ട് ഉസ്താദെ, ഞാൻ ഓരോ ആഴ്ച ഓരോ പോലീസ് സ്റ്റേഷനിലാണ് ഉസ്താദെ. ഞാൻ എന്റെ പോലീസുകാരെ മക്കൾ വന്നില്ല ഉസ്താദെ, ഒരുത്തൻ ഗുണ്ടയാ, ഒരുത്തൻ റൗഡിയാ, ഒരുത്തൻ തെമ്മാടിയാ, അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഹീമ നൽകുമാറാവട്ടെ. ഒരുത്തൻ ആ സ്റ്റേഷനിൽ കേസ് ഉണ്ടാക്കുമ്പോൾ ഒരുത്തൻ ഇപ്പുറത്തുണ്ടാക്കും. ഞാൻ പറഞ്ഞു വാപ്പ ഇരിക്കാൻ ഒരു സമയം തരുന്നില്ല, മക്കൾ ഇരിക്കാം. അങ്ങനെ എത്രയോ വാപ്പമാരുണ്ടെന്നറിയോ, മക്കൾ ജയിലിൽ, അല്ലാഹു ഹീമ നൽകുമാറാവട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. ഞാന് ഉംറയ്ക്ക് പോയപ്പോ എന്നൊരു വാപ്പ കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ മോൻ ജയിലില്ല ഉസ്താദെ. എന്തേ വല്ല കട്ടിട്ട് പോയതാ, കൊലപാതക ഉസ്താദെ, അല്ലാഹു ഹീമ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. മക്കളെ കൊണ്ട് കരയേണ്ട ഒരവസ്ഥ, മക്കളെ കൊണ്ട് കരയേണ്ട ഒരവസ്ഥ. മക്കളെ മദ്രസയിൽ വിടണം പ്രിയപ്പെട്ടവരെ, അല്ലെ? നമ്മൾ സ്വർഗം വേണം, ജന്നാത്തുൽ ഫിർദൗസിൽ വേണമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. നമ്മൾ ചിലപ്പോൾ നന്മകൾ ചെയ്യുന്നുണ്ടാവും, നമ്മളെ അമലുകൾ ചെയ്യുന്നുണ്ടാവും, പക്ഷേ നമ്മുടെ മക്കൾ ഇപ്പോഴും കഞ്ചാവ്, കണ്ണ്, സിറിഞ്ച്. ചില ആൾക്കാരൊക്കെ പറയും, ഉസ്താദെ ഞങ്ങളിപ്പോ സിഗരറ്റ് ഒക്കെ ഒഴിവാക്കി ഉസ്താദെ, ഇപ്പൊ സ്റ്റാമ്പ്, ഇപ്പൊ സിറിഞ്ച്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉസ്താദ് അല്ലാഹു ഹീമ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അല്ല, ചില ആൾക്ക് ഒരു വിചാരമുണ്ട്, ഈ പുകവലിയൊക്കെ വലിയ എന്തോ ഹലാലാണെന്ന രീതിയിൽ ഇങ്ങനെ വലിച്ചോണ്ട് നടക്കുന്ന ചില. എന്നോടൊരു ചങ്ങാതി ചോദിച്ചു, ഉസ്താദ് വലിച്ചിട്ടാണോ ഉസ്താദ് വയലു പറയാൻ കയറുന്നത്? എന്നോടൊരുത്തൻ ചോദിച്ചു, ഉസ്താദ് വലിച്ചിട്ടാണോ ഉസ്താദ് വയലു പറയാൻ കയറുന്നത്? ഞാൻ അതെന്തേ ഉസ്താദ്, ഈ ലൈവിലൊക്കെ കൊടകു ഭാഗത്ത് നിങ്ങൾ വയലു പറയുമ്പോൾ നിങ്ങളുടെ ഇവിടെ നിന്നൊക്കെ ചെറിയ ചെറിയ തണുപ്പ് പോകുന്നുണ്ടല്ലോ ഉസ്താദേ, അത് ഈ ചങ്ങാതിക്ക് അറിയൂലല്ലോ കോടയാണെന്ന്. ചില ആൾക്കൊരു വിചാരമുണ്ട്, ഇത്ര ഒച്ചയിട്ടൊക്കെ പറയും, ഉസ്താദ് എന്താ വലിച്ചിട്ടോ, ഏതോ മാട്ട സാധനം അടിച്ചിട്ട് ഉസ്താദ് കയറുന്നതെന്ന് ചിലപ്പോൾ ചിന്നുണ്ടാവും, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അപ്പൊ എന്ത് ചെയ്യണം? മക്കളെ നല്ലപോലെ വളർത്തണം. ഇല്ലെങ്കിൽ നാളെ ആ മക്കള് പറയും, അല്ലാ എന്റെ വാപ്പ നിസ്കരിച്ച റബ്ബേ, പക്ഷെ എന്നെ നോക്കിയില്ല റബ്ബേ, അയാളെ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് റഹ്മാനെ. അല്ലാഹുവേ എന്റെ വാപ്പ 5 വഖത്ത് നിസ്കരിച്ച റബ്ബേ, നിസ്കാരത്തരമ്പ് പടച്ചവനെ നെറ്റിത്തടത്തിൽ ഉണ്ടായി റഹ്മാനെ, നിസ്കാരത്തിനും സുജൂദ് ചെയ്ത് പഠിച്ചവനെ, ജാതിക്കൂട്ടം പള്ളിയിലെ ആ സ്റ്റെപ്പ് വരെ പൊട്ടിപ്പോയി റഹ്മാനെ, പക്ഷെ എന്നെ നോക്കാൻ മറന്നുപോയി റഹ്മാനെ. എന്താ പറയാ, എന്നെ നോക്കാൻ മറന്നുപോയി റബ്ബേ. ചില ഉമ്മമാരുണ്ട്, മക്കളെ ഇങ്ങനെ അടിഞ്ഞാടാൻ വിട്ടിരിക്കും, അല്ലാഹു ഹീമ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അതുകൊണ്ട് നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, ആരാണോ നന്മ അധികരിപ്പിക്കുന്നത് അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ഇരിക്കൂലേ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? എനിക്കല്ലേ ബുദ്ധിമുട്ട്. ഇൻഷാ അല്ലാഹ് 2 ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കുന്ന രണ്ടാമത്തെ മാർഗം ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ. 6000ഓളം ആയത്തുകളുള്ള അല്ലാഹുവിന്റെ ഖുർആൻ ഉണ്ടല്ലോ, 114 സൂറത്തുകളുള്ള 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഓർമ്മപ്പെടുത്തുകയാ, ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്ന രണ്ടാമത്തെ വിഭാഗമുണ്ടല്ലോ. ആരെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, വയദുഊനനാ റഹ്ബൻ വറഹ്ബാ. ആരെങ്കിലും ഒരാൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു തരുമെന്നുള്ള നിയ്യത്തില് ഒരുപാട് കടങ്ങളുള്ളവരെ, ഒരുപാട് സങ്കടങ്ങളുള്ളവരെ, ഒരുപാട് വേദനകളുള്ളവരെ, ഒരുപാട് യാതനകളുള്ളവരെ, ഒരുപാട് രോഗങ്ങളുള്ളവരെ കരയാൻ പാടില്ല. അല്ലാഹു തന്ന രോഗമാണല്ലോ, അല്ലാഹു തന്ന കടമാണല്ലോ, അല്ലാഹു തന്ന പോരായ്മയാണല്ലോ, അല്ലാഹു തന്ന പ്രാരാബ്ധമാണല്ലോ, അല്ലാഹു തന്ന വിരഹമാണല്ലോ, കരയാൻ പാടില്ല. വയദുഊനനാ റഹ്ബൻ വറഹ്ബാ. അല്ലാഹുവിലേക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ? അല്ലാഹു തരുമെന്നുറപ്പുള്ളവരെ, അല്ലാഹു തരുമെന്നുറപ്പുള്ളവരെ അവർക്കതാ ദഖലൽ ജന്ന,
സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന് പറയുമ്പോ നമ്രൂദ് എന്ന് പറയുന്ന രാജാവുണ്ടല്ലോ, സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയുണ്ടല്ലോ പടച്ചവനെ കൊന്നുകളയാൻ തീരുമാനിക്കുകയാ. നമ്രൂദ് എന്ന് പറയുന്ന രാജാവ് വലിയൊരു തീക്കുണ്ടാരം എന്റെ പ്രിയപ്പെട്ടവരെ പണിയുകയാ. ആ തീക്കുണ്ടാരത്തിന്റെ മുകളിലൂടെ ഒരു പറവയതാ പറന്നു കഴിഞ്ഞാൽ ആ പറവ പോലും താഴത്തേക്ക് എന്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞു വീഴുമല്ലോ. എന്നാൽ ദിവസങ്ങളോളം കത്തിക്കുകയാ. നമ്രൂദ് എന്ന് പറയുന്ന തമ്മാടിയുണ്ടല്ലോ, സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി എന്റെ പ്രിയമുള്ളവരെ വില്ലിലേക്ക് കയറ്റുകയാ. എന്നിട്ടതാ അമ്പിലേക്ക് നെയ്യുകയാ. തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാ. ആര് വീശുകയാ. ഒരു റോക്കറ്റ് പോകുന്നത് പോലെ, ഒരു പമ്പരം പോകുന്നത് പോലെ ഇബ്രാഹിം നബി എന്റെ പ്രിയപ്പെട്ടവരെ തീക്കുണ്ടാരത്തിലേക്ക് പറന്നു വീഴുകയാ. ഇബ്രാഹിം നബി അതാ തീജ്വാലയിൽ കിടക്കുകയാ. നമ്രൂദ് എന്ന് പറയുന്ന തമ്മാടിയുണ്ടല്ലോ പടച്ചവനെ അട്ടഹസിക്കുകയാ. നമ്രൂദിന്റെ കിങ്കരന്മാരുണ്ടല്ലോ പടച്ചവനെ അട്ടഹസിക്കുകയാ. ആ സമയത്തുണ്ടല്ലോ ജിബ്രീൽ കടന്നു വരികയാ. എന്നിട്ടതാ ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാ, ഇബ്രാഹിം നബിയേ ഈ കാണുന്ന തീക്കുണ്ടാരമുണ്ടല്ലോ മനോഹരമാകുന്ന പട്ടുമെത്തയായി തരട്ടെ നബിയേ, തരട്ടെ നബിയേ. ആ സമയത്ത് ഇബ്രാഹിം നബി പറയുകയാ, വേണ്ട ജിബ്രീലേ, എനിക്കെന്റെ അള്ളയുണ്ട് ജിബ്രീലേ, എനിക്കെന്റെ അള്ളയുണ്ട് ജിബ്രീലേ എന്നതാ ജിബ്രീൽ പറഞ്ഞെന്ന് പറയുമ്പോ വയദുഊനനാ റഹബൻ വറഹബാ. ആരെങ്കിലും ഒരാൾ പടച്ചവനിലേക്ക് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു തരുമെന്നുള്ള നെയ്യത്തില് ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ ദഖലൽ ജന്ന, അവര് സ്വർഗ്ഗത്തിലാ, അവര് സ്വർഗ്ഗത്തിലാ, അവര് ജന്നാത്തുൽ ഫിർദൗസിലാ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വയദഊനനാ റഹബൻ വറഹബാ. ആരെങ്കിലും ഒരാൾ അല്ലാഹു തരും എന്നുള്ള പ്രതീക്ഷയിൽ ദുആ ചെയ്താൽ അവർക്ക് ദഖലൽ ജന്ന, ജന്നാത്തുൽ ഫിർദൗസ. ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ചെറുപറമ്പിൽ വീടില്ലാത്ത ഒരുപാട് പാവങ്ങളുണ്ടാവും, വണ്ടിയില്ലാത്ത ഒരുപാട് പാവങ്ങളുണ്ടാവും. ഈ വീടില്ലാത്ത ഒരു തുണ്ട് ഭൂമി പോലും ചെറുപറമ്പിലില്ല. നിങ്ങൾ എങ്ങനെ ദ്വാരക്കണ്ട? റബ്ബേ ഒരു 2 സെന്റ് സ്ഥലം എനിക്ക് തരണേ അല്ല, അങ്ങനെ ദ്വാരക്കണ്ട അല്ല. ചെറുപറമ്പില് 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്തവൻ പടച്ചവനോട് ദ്വാരക്കണ്ട, ഇങ്ങനെ റഹ്മാനേ എനിക്ക് ഈ ചെറുപറമ്പിൽ 1 ഏക്കറെങ്കിലും തരണേ അല്ല, അല്ലെങ്കിൽ എനിക്കൊരു 10 സെന്റ് അല്ലെങ്കിൽ 50 സെന്റ് തരണേ അല്ല. എന്റെ റബ്ബിന്റെ ഖജനാവ് ഫെഡറൽ ബാങ്കാ അത്ര തരാനായിട്ട്? റബ്ബിന്റെ ഖജനാവ് കാലിയാ. 10 സെന്റ് ചോദിക്കാം, നിങ്ങൾക്ക് എത്രയും ചോദിക്കാം. അള്ളാന്റെ ഖജനാവിന്റെ പ്രിയപ്പെട്ടവരെ കാലിയല്ല, വണ്ടിയില്ല. അപ്പുറത്തെ സലീമിച്ച ബെൻസ് എടുത്ത് അപ്പൊ നമ്മൾ ദ്വാരക്കാൻ പടച്ചവനെ എനിക്കൊരു നാനോ കാറെങ്കിലും തരണേ അല്ല, അങ്ങനെ ദ്വാരക്കണ്ട. പടച്ചവൻ എനിക്കൊരു ഓടി തരണേ അല്ല. പടച്ചവൻ എന്താ ബെൻസിന്റെ ഷോറൂം മാത്രമല്ല, പടച്ചവൻ എന്താ ഞാനോടെ ഷോറൂം മാത്രമല്ല. റബ്ബിനോട് ദ്വാരക്കുമ്പോ കരഞ്ഞ് 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 എന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യാൻ കഴിയണം. അങ്ങനെ ദുആ ചെയ്യുന്നവരാരാ? അവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആത്മഹത്യ ചെയ്യണപ്പോഴാണ് നമ്മുടെ ചെറുപറമ്പിലൊക്കെ കുറെ പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. തൂങ്ങിച്ചാകുക, ട്രെയിനിന്റെ മുമ്പിൽ ചാടുക, വെള്ളത്തിൽ ചാടുക, വിഷം കഴിക്കുക, ഇങ്ങനെയൊക്കെ ചാകുന്ന ചില ആളുകളുണ്ട്. അല്ലാഹുവേ അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് ഞങ്ങൾ കാത്തിരിച്ചിരിക്കണം റഹ്മാനെ. അള്ളാഹുവിലേക്കുള്ള പ്രതീക്ഷ കൈവിടുമ്പോഴല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ആത്മഹത്യ ചെയ്യുക. ഒരിക്കലും സങ്കടപ്പെടരുത്, അള്ളാഹു നിന്റെ കൂടെ ഉണ്ട്. ഒരിക്കലും സങ്കടപ്പെടരുതേ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. എല്ലാ സങ്കടങ്ങൾക്കും ശേഷം സന്തോഷമുണ്ടെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. കോവിഡ് വന്നു, അതിനുശേഷം സന്തോഷമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ചൂരൽമലയില് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉരുൾപൊട്ടി, അതിനുശേഷം ഒരു സന്തോഷമുണ്ട്. പനി വന്നു, അതിനുശേഷം ഒരു സന്തോഷം. കടം വന്നു, അതിനുശേഷം ഒരു സന്തോഷമുണ്ട്. ഞാന് നമ്മുടെ ഈ കാസർഗോഡ് കർണാടക ഭാഗത്തൊരു സ്ഥലത്ത് വഴുതിന് പോയപ്പോ എന്നെ മംഗലാപുരത്തൊരു ചങ്ങാതി വിളിക്കാൻ വന്നു. 3 പേരാ വന്നെ. 3 പേര് 2 പേരുടെ മുഖത്ത് ഭയങ്കര ദേഷ്യവും ഒരാളുടെ മുഖത്ത് ഭയങ്കര സന്തോഷവും.
ഞാൻ കഴിക്കാനിരിക്കുമ്പോഴും ഈ രണ്ട് ചങ്ങാതിമാരുടെ മുഖത്ത് ഭയങ്കര, ഞാൻ ഓർത്ത് പടച്ചവരെ എന്നെ ഇഷ്ടപ്പെടാണ്ടായിരിക്കും, മുഖത്ത് ഭയങ്കര ദേഷ്യവും ഒരുത്തന്റെ മുഖത്ത് ഭയങ്കര ചിരിയും. അപ്പൊ ഞാൻ ഈ ദേഷ്യപ്പെട്ടിരിക്കുന്ന രണ്ടുപേരോടും ചോദിച്ചു, നിങ്ങളെന്താ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കണേ? ഉസ്താദേ, ഞങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു ഉസ്താദേ, അത് പൊട്ടി ഉസ്താദേ, 7 നില പൊട്ടി ഉസ്താദേ, ഞങ്ങൾക്ക് 3.5 കോടി രൂപ കട ഉസ്താദേ, ഞങ്ങൾക്ക് 2 പേർക്കും 3.5 കോടി വീതം രൂപ ഉസ്താദെ കടവ. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് അല്ലാഹു സലാമത്താക്കും എന്നൊക്കെ ദുആ ചെയ്ത് കൊടുത്തു. ഞാൻ ഈ ചിരിക്കുന്നവനോട് ചോദിച്ചു, നിനക്ക് കടവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒന്നും ഇല്ലപ്പാ? ഓൻ പറയും ഉസ്താദേ, ഇവരുടെ ഹെഡ് ഓഫീസ് ഞാനാ ഉസ്താദേ. എന്താ പറഞ്ഞ, ഈ 3.5 കോടി കടവുള്ളവന്റെ ഹെഡ് ഓഫീസ് ഞാനാ ഉസ്താദേ. ഞാൻ നിനക്ക് എത്ര കടം? എനിക്ക് 7.5 കോടി ഉസ്താദേ. അല്ലാഹു ഹീമ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. ഞാൻ ചോദിച്ചു, എടാ നിനക്ക് ഈ സങ്കടവും വേവലാതിയും പ്രയാസവും ഇല്ലേ? ഉസ്താദേ, അല്ലാഹ് ഉണ്ട് ഉസ്താദേ. ഓൻ എനിക്ക് പറഞ്ഞുതരാ, അല്ലാഹ് ഉണ്ട് ഉസ്താദേ, നിങ്ങളല്ലേ വാതിലൊക്കെ പറയും ശരി ഉസ്താദാ, അതിന്റെ ഉസ്താദേ ഈ സങ്കടത്തിന് ശേഷം ഒരു സന്തോഷം ഉണ്ടാവും. ചില ആളുകളുണ്ട് കോടികൾ മുടക്കിയിട്ട് ബിസിനസ് പൊട്ടി തകർന്നു, തരിപ്പണമായി. എന്റെ പ്രിയപ്പെട്ടവരെ, കരയരുത്, നിങ്ങൾ പിന്നെയും നോക്കുക, ഇൻഷാ അല്ലാഹ് അല്ലാഹു തരും എന്നുള്ള പ്രതീക്ഷയിൽ ദുആ ചെയ്യുന്നവരാരാ? വയദഊനനാ റഹബൻ വറബാ, അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ദുആ ചെയ്യുന്നവരാരാ? അല്ലാഹു തരും എന്നുള്ള പ്രതീക്ഷയിൽ ദുആ ചെയ്യുന്നവരാരാ? അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ചില ആളുകൾ പറയും, ഉസ്താദേ ഞങ്ങൾ 20 കൊല്ലമായിട്ടും പടച്ചവനോട് ദുആരക്ക, അല്ലാഹ് തരണില്ല അല്ലേ? ഉസ്താദേ 20 കൊല്ലമായി മക്കളില്ല, എന്താ കാരണം? എന്താ നമ്മുടെ ദുആ എന്താ അല്ലാഹ് സ്വീകരിക്കാത്തെ? ദുആ ചെയ്യുമ്പോൾ 3 നിബന്ധനകൾ നമ്മുടെ ദുആയിൽ പാലിക്കണം. ഒന്ന്, ദുആയുടെ തുടക്കത്തിൽ ഹംദ് പറയണം. ദുആയുടെ തുടക്കത്തിൽ ഹംദ് പറയണം. ഹംദ് എങ്ങനെ പറയണ്ടേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ വഹംദൻ ബിഖദരി കമാലിക വഅളമതി ദാതിക ദായിമൻ ബിദവാമി മുൽകിക യാ അല്ലാഹ്. ഇതാണ് ഹംദ്. ഇനി അങ്ങനെ ഒന്നും അറിയത്തില്ല, അപ്പൊ എന്ത് ചെയ്യാ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദ യുവാഫി നിഅമഹു വയകാഫി മസീദ. ഇങ്ങനെയാണ് ഹംദ്. ദുആയുടെ തുടക്കത്തിൽ ഹംദ് പറയണം. 2, നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. 3, നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഉസ്താദന്മാർക്കും വേണ്ടി ദുആ ചെയ്യാൻ. ഉസ്താദേ എന്നെ തല്ലിയ ഉസ്താദ മദ്രസയിൽ ഞാൻ ദുആരക്കൂല, അതല്ല പറയണേ. നിന്റെ എല്ലാ ഉസ്താദന്മാർക്കും വേണ്ടിയിട്ട് അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദന്മാര്, അല്ലാഹുമ്മ റബ്ബന ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിഅസാതിദിനാ വലിമശായിഖിനാ വലിമൻ ആനനാ ولجميع المؤمنين والمؤمنات اللهم وقنا وإياهم شر ما قضيت. ഞങ്ങളുടെ മാതാപിതാക്കൾ നീ പുറത്തു കൊടുക്കണ റഹ്മാനെ, പാപ്പാക്ക് പൊറുക്കണ റഹ്മാനെ, ഉമ്മാക്ക് പൊറുക്കണ റഹ്മാനെ, ഉസ്താദ്മാർക്ക് പുറത്തു കൊടുക്കണ റഹ്മാനെ. ഇങ്ങനെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഈ 3 നിബന്ധനകൾ ആരാണോ അവരുടെ ദുആയിൽ കൊണ്ടുവരുന്നത്, അവരുടെ ദുആ എന്റെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കുമെന്ന് അല്ലാഹു കബൂലാക്കട്ടെ. ഇപ്പൊ മക്കളില്ലാത്ത ഒരുപാട് പേര് നമ്മുടെ ചെറുപറമ്പിൽ ഉണ്ടാവൂലേ? ഞാനിപ്പോ നമ്മുടെ കടമത്ത് ദ്വീപിൽ വഅദിന് പോയപ്പോ ഞാനൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോ ഞാൻ അറിയാതെ ചോദിച്ചു ഒരു സഹോദരനോട്, മക്കൾ എത്ര പേരാ? ഓൻ പെട്ടെന്ന് കരയാ ഉസ്താദേ, കല്യാണം കഴിഞ്ഞിട്ട് ഉസ്താദേ വർഷങ്ങളായി, 8 കൊല്ലമായി ഉസ്താദേ കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല. അല്ലാഹുവേ, ആ സാധുവായ സഹോദരൻ നീ നല്ല മക്കളെ കൊടുക്കണേ റഹ്മാനെ. അല്ല, നമ്മുടെ ചെറുപറമ്പില് ഈ വീടിന്റെ ഉമ്മറപ്പടിയില് മക്കളില്ലാത്തൊരു സാധുവായ സഹോദരി ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ചെറുപറമ്പില് ഈ വീടിന്റെ മുമ്പിലൂടെ, ഈ സഹോദരിയുടെ മുമ്പിലൂടെ ഒരു ഗർഭിണിയായ നിറവയറുള്ള ഒരു സഹോദരി എന്ത് ചെയ്യാ, ഇങ്ങനെ നടന്നു പോവാ. മനസ്സിലായില്ലേ? നമ്മുടെ ചെറുപറമ്പില് ഒരു വീടിന്റെ ഉമ്മറത്ത് ഉമ്മയാകാൻ കഴിയാത്ത, ഗർഭിണിയാകാത്ത ഒരു സഹോദരി സങ്കടപ്പെട്ട് ഇങ്ങനെ വീടിന്റെ മുമ്പിൽ ഇരിക്കുക. ആ സമയത്ത് ആ സഹോദരിയുടെ മുമ്പിലൂടെ ഒരു ഉമ്മയായിട്ടുള്ള അല്ലെങ്കിൽ ഗർഭിണിയായിട്ടുള്ള നിറവയറായിട്ടുള്ള ഒരു സഹോദരി കടന്നു പോയാൽ താങ്ങാൻ കഴിയുമോ? ഇല്ല, താങ്ങാൻ കഴിയൂല. ഉമ്മയാകുക, ഉപ്പയാകുക, അതെല്ലാവരുടെ ആഗ്രഹമാണ്. പിന്നെ ചില ആളുകളുണ്ട് കല്യാണം കഴിഞ്ഞ് ഇതിനു വേണ്ടി ശ്രമിക്കാത്ത ചില ആളുകളുണ്ട്. ഞാൻ ഒരാളോട് ചോദിച്ചു, ഇവിടെ കല്യാണം കഴിഞ്ഞു ഉസ്താദേ, എത്ര കൊല്ലായി? 3 കൊല്ലായി ഉസ്താദേ. മക്കളുണ്ടോ? മക്കളില്ല ഉസ്താദേ. ഞാൻ ചോദിച്ചോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നും ഇല്ല ഉസ്താദേ, ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല ഉസ്താദേ. അല്ലാഹു ഹീമ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. എന്താ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഉസ്താദേ. അതെന്താ ട്രൈ ചെയ്യാത്ത ഉസ്താദേ? സാമ്പത്തിക പ്രശ്നം ഉസ്താദേ. പിന്നെ 1 വയസ്സുള്ള കുട്ടി ലുലുമാളിന്റെ പാരല്ലേ കുടിക്കുക. അല്ലാഹു ഹീമ നൽകുമാറാവട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചിട്ട് ചങ്ങാതി പറഞ്ഞേ കഴിഞ്ഞ ദിവസം, അശികേ
ഞാൻ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി ഞാനും എൻ്റെ ഭാര്യയും തീരുമാനം എടുത്ത് മക്കള് വേണ്ടെന്നാ. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലമായി മക്കളാകുന്നില്ല. അപ്പൊ നിങ്ങൾ അള്ളാഹു തരുമ്പം മേടിച്ചോണം, പിന്നെ കരഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു തരുമ്പം മേടിച്ചോണം. പിന്നെ ആയുർവേദം മറ്റേത് മുറിച്ചെന്നൊക്കെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ചില ആളുകളുണ്ട് അള്ളാഹു കൊടുത്തിട്ടുണ്ടാവൂല, വേണ്ട അള്ളാഹു ആഗ്രഹമുണ്ട് പക്ഷെ കിട്ടാത്തവരുണ്ട്. ഞാൻ പറയാ, മക്കളില്ലാത്തവർ റബ്ബിനോട് കരഞ്ഞിട്ട് ഈ പറയുന്ന ദിക്ർ എന്ത് ചെയ്യണം? ദുആ ഇറക്കണം. അല്ലാ നീ തരുമെന്ന് എനിക്ക് ഉറപ്പാ റഹ്മാനെ, അള്ളാഹു നിന്റെ മുമ്പിൽ ഞങ്ങൾ കരഞ്ഞ് ദുആ ചെയ്യുക. അല്ലാ നീ തരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഈ ദിക്ർ ചൊല്ലി ദുആ ചെയ്യണം. ആരെങ്കിലും ഒരാൾ തരുമെന്നുള്ള പ്രതീക്ഷയിൽ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ ചാരത്തേക്ക് ഒരു പെണ്ണ് കടന്നു വന്നിട്ട് പറയാം, മൂസാ നബിയേ, കല്യാണം കഴിഞ്ഞു വർഷങ്ങളായി മക്കളില്ല, നിങ്ങളൊന്ന് അല്ലാഹുവിനോട് ദുആ ഇറക്കണം. ആരാ? മൂസാ നബി. ആരാ? ബഹുമാനപ്പെട്ട മൂസാ നബിയുടെ ചാരത്തേക്ക് ഒരു പെൺകുട്ടി അതാ കടന്നു വരികയാ. എന്നിട്ടതാ മൂസാ നബിയോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, നിങ്ങൾ അല്ലാഹുവോട് സംസാരിക്കുന്ന പ്രവാചകനല്ലേ, എനിക്ക് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യുമോ? മക്കളില്ല, കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി നബിയേ. മൂസാ നബി എന്റെ പ്രിയമുള്ളവരെ മലയുടെ മുകളിലേക്ക് കയറുകയാ, 2 കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തുകയാ, അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. നാദാ, എന്റെ ചാരത്തേക്ക് കടന്നു വന്ന സാധുവായ സഹോദരിക്കു മക്കളില്ല അല്ലാ, മക്കളെ കൊടുക്കണേ അല്ലാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യുമ്പോ ഒരു അശരീരി എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. ഏതെന്നറിയോ? അല്ലയോ മൂസാ, ദുആ ചെയ്തിട്ട് കാര്യമില്ലോ, ദുആ ചെയ്തിട്ട് പ്രതിഫലമില്ലോ, ദുആ ചെയ്താൽ പ്രതിഫലമില്ലോ. എന്തെന്നറിയോ? ഈ പെണ്ണിന് പ്രസവിക്കാനുള്ള കഴിവില്ല മൂസാ, അല്ലാഹു കൊടുത്തിട്ടില്ല മൂസാ. മൂസാ നബി എന്റെ പ്രിയമുള്ളവരെ സങ്കടപ്പെടുകയാ, മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങുകയാ, ആ പെണ്ണിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ ആ പെണ്ണിനോട് പറയുകയാ, മോളെ, പ്രസവിക്കാനുള്ള കഴിവുണ്ടല്ലോ, അല്ലാഹു നിനക്ക് തന്നില്ല മോളെ. പെണ്ണതാ കരയുകയാ, പടച്ചവനെ വീട്ടിലേക്ക് കടന്നു പോകുകയാ. മാസങ്ങൾ കഴിയുമ്പോ, വർഷങ്ങൾ കഴിയുമ്പോ മൂസാ നബി എന്റെ പ്രിയമുള്ളവരെ നടന്നു പോകുമ്പോ ഈ പെണ്ണുണ്ടല്ലോ ചൊല്ലുകയാ. എന്നിട്ട് അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. നാദാ, നീ നൽകുന്ന മക്കളാണ് അല്ലാ. ഈ ചൊല്ലിയ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് യാ റഹീം യാ അല്ലാ, യാ റഹീം യാ അല്ലാ, യാ റഹീം യാ അല്ലാ, ഈ പറയുന്ന ദിക്റിന്റെ മഹത്വം കൊണ്ട് സ്വാലിഹീങ്ങളാകുന്ന മക്കളെ തരണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. യാ റഹീം യാ അല്ലാഹ്. ഈ പറയുന്ന ദിക്ർ മൂസ നബിയുടെ ചാരത്ത് വന്ന പെണ്ണ് അല്ലാഹു തരുത്തില്ലെന്നറിയാം, എന്നാലും അല്ലാഹു തരുമെന്നുള്ള പ്രതീക്ഷയിൽ ചൊല്ലിയപ്പോ ആ പെണ്ണിന് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു പടച്ച തമ്പുരാൻ ഒരു പൊന്നുമോനെ കൊടുത്തു. അതാ പറയുന്നേ, ആരെങ്കിലും ഒരാൾ അല്ലാഹു തരുമെന്നുള്ള പ്രതീക്ഷയിൽ എന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അൽഹംദുലില്ലാ അല്ലാഹു പടച്ച തമ്പുരാൻ ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ഒന്നേതാ, ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകൾ ചെയ്യുന്നവരാരാ അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ട്. 2 വയദഊനനാ റഹബൻ വറഹബ, ആരെങ്കിലും ഒരാൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അൽഹംദുലില്ലാ അല്ലാഹു തരുമെന്നുള്ള പ്രതീക്ഷയിൽ ആരെങ്കിലും ഒരാൾ എന്റെ പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അൽഹംദുലില്ലാ സ്വർഗ്ഗമുണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളൊക്കെ പറയും, ഉസ്താദേ കച്ചവടത്തിൽ ബർക്കത്തില്ല. ചില ആളുകൾ പറയും, ഉസ്താദേ നാട്ടിൽ മഴയില്ല. ചില ആളുകൾ പറയും, ഉസ്താദേ മക്കളില്ല. ചില ആളുകൾ പറയും, ഉസ്താദേ കടം കൊണ്ട് ഇടങ്ങേറ. ഉസ്താദേ അവര് ചൊല്ലേണ്ട ദിക്ർ ഏതാ? അല്ലാഹുവേ നീ തന്ന കടമ റഹ്മാനെ, ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ്,
എന്ന് അധികരിപ്പിക്കുന്നവരാരാ? അവരുടെ പാപങ്ങൾ പൊറുക്കും, അള്ളാഹു മക്കളെ കൊടുക്കും, നല്ല മഴ കൊടുക്കും, നല്ല കച്ചവടത്തിൽ ബർക്കത്ത് കൊടുക്കും. ചില ആളുകളോട് ഉസ്താദിനോട് കരഞ്ഞിട്ട് പറയും, ഉസ്താദേ കച്ചവടത്തിൽ ബർക്കത്തില്ല, സുബഹിസ്കരിച്ചോ? ഇല്ല. ഉസ്താദേ കച്ചവടത്തിൽ ബർക്കത്തില്ല, സുബഹിസ്കരിച്ചോ? ഇല്ല. മഹിമ നൽകട്ടെ. ദിക്ർ ചൊല്ലിയോ? ഇല്ല. സമ്പത്ത് കൂടാൻ വേണ്ടി തഴവ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്ന ഒരു മാർഗമുണ്ട്. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന് ഉവ്വർ അല്ലാഹു മർക്കദ സ്വന്തം ഭാര്യയ്ക്ക് കത്തെഴുതി, വല്ലോന്റെ ഭാര്യയ്ക്കല്ല, സ്വന്തം ഭാര്യയ്ക്ക് തഴവ ഉസ്താദ് കത്തെഴുതി. തഴവ ഉസ്താദ് കത്തിൽ പറയുന്നുണ്ട്, ഭാര്യയോട് പറയുന്നുണ്ട്, നീ ഈ 2 കാര്യങ്ങൾ ചെയ്യാതെ കിടന്നുറങ്ങാൻ പാടില്ല. എല്ലാവരുടെ ആഗ്രഹം സമ്പത്ത് വർദ്ധിക്കണം, സമ്പത്ത് വർദ്ധിക്കണം. പിന്നെ എല്ലാവരുടെ ആഗ്രഹം എന്ത്? അസുഖങ്ങളില്ലാതെ ജീവിക്കണം, അല്ലെ? നമ്മൾ ആലോചിച്ച് നോക്കി, 1 ലക്ഷം റുപ്യ ഒരാൾക്ക് വരുമാനമുണ്ട്, വാപ്പാക്ക് ക്യാൻസറാ, അവസ്ഥ ആലോചിച്ച് നോക്കി. 2 ലക്ഷം റുപ്യ വരുമാനമുണ്ട്, വാപ്പാക്കും ഉമ്മാക്കും ക്യാൻസറാ, ഒന്ന് ആലോചിച്ച് നോക്കി. മഹീമ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. തഴവ ഉസ്താദ് പറയാ, സമ്പത്തിൽ വർധനവ് വേണമെങ്കിൽ ഈ പറയുന്ന ദിക്ർ നിങ്ങൾ ചൊല്ലണം. ഏതാ? ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട, തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ, ചോറ് കളയരുതേ, വിളമ്പി നിലത്തു പൊഴിയരുതേ, 1 മണി അരിക്കു പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയതു മുഴുക്കയാക്കിയതാ. ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട, തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ. ചൊല്ല് ലാ ഹൗല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ദിക്ർ ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ, ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട, തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ. ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈലാ, ജീവിതം ഉഷാറാ. ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമില്ല, ഒരു സംശയമില്ലപ്പ, അതിനൊരു ശക്കുമില്ല, ഒരിക്കലും ചിട്ട തെറ്റിപ്പോകരുതേ. ഒരു ദിവസം 313 ചൊല്ലിയാൽ പിറ്റേ ദിവസം 313. അലസതയാലൊഴിക്കരുതേ. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അലസത കാരണം, ജോലി തിരക്ക് മൂലം എന്ത് ചെയ്യാൻ പാടില്ല? ഇത് ഒഴിവാക്കാൻ പാടില്ല. ഇനി നാളെ ചില ആളുകൾ, ചെറുപറമ്പിലുള്ള കുറച്ച് ആളുകളുണ്ട്, രാവിലെ സുബഹി ആയിട്ട് വലിയ 786 തസ്ബീഹുമാലൊക്കെ എടുത്തിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ചൊല്ലും, എന്നിട്ട് മാറിക്കിടന്ന് ഉറങ്ങുക. അപ്പൊ നമ്മുടെ ഭാര്യ വന്നിട്ട് പറയും, ഇച്ച പണിക്ക് പോണില്ലേ? അത് ഇന്നലെ വന്ന് ഉസ്താദല്ലേ പറഞ്ഞു 786 ലാ ഹൗല ചൊല്ലിയാൽ പൈസ കിട്ടും, അതുകൊണ്ട് ഞാൻ പണിക്ക് പോണില്ല എന്ന് പറഞ്ഞു കിടന്നാൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. മഹിമ നൽകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ചില മക്കളൊക്കെ വന്നിട്ട് ഉസ്താദേ പരീക്ഷ ഉസ്താദ് ദ്വാരക്കണം, പഠിച്ചോടാ? ഇല്ല. മഹിമ നൽകട്ടെ. ചില മക്കൾ വന്നിട്ട് ഉസ്താദേ പരീക്ഷ ഉസ്താദ് ദ്വാരക്കണം, അപ്പൊ ഉസ്താദ് പഠിച്ചോടാ? ഇല്ല ഉസ്താദേ, പിന്നെങ്ങനെ വിജയിക്കാം? ഉസ്താദ് ദ്വാരക്കും, നീ പഠിക്കണ്ടപ്പാ. മഹീമ നൽകുമാറാവട്ടെ. അതാ പറയണ, ലാ ഹൗല ചൊല്ലിയാൽ മാത്രം പോരാ, അതിനൊരു വഴി എന്ത് ചെയ്യണം? നിങ്ങൾ കണ്ടുപിടിക്കണം. 2, ചോറ് കളയരുതേ, വിളമ്പി നിലത്തു പൊഴിയരുതേ, 1 മണി അരിക്കു പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. ചോറ് കളയരുതേ, ചോറ് എന്ത് ചെയ്യാൻ പാടില്ല? കളയാൻ പാടില്ല. വിളമ്പി നിലത്തു പൊഴിയരുതേ, ഇതെന്ത് ചെയ്യാൻ പാടില്ല? വിളമ്പി എന്ത് ചെയ്യാൻ പാടില്ല? കളയാൻ പാടില്ല. 1 മണി അരിക്കു പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. 1 മണി അരിക്കു പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാ, ശിഫയത് മുഴുക്കയാക്കിയതാ. ഓരോ അരിമണിക്ക് അല്ല കൊടുത്തിരിക്കണം മഹത്വം എന്താ? വലുതാ. അങ്ങനെ ഭക്ഷണം കളയാതെ കഴിച്ചാൽ ശിഫയത് മുഴുക്കിയാക്കിയതാ. നിങ്ങൾക്ക് അൽഹംദുലില്ലാ അസുഖത്തിൽ നിന്ന് ശമനം ഉണ്ടെന്ന് തഴവ് ഉസ്താദ് പറയും. ഉസ്താദെ, ചോറല്ലേ ഉസ്താദെ കളയാൻ പാടില്ലാത്ത? പൊറോട്ട കളഞ്ഞൂടെ, കട്ട്ലേറ്റ് കളഞ്ഞൂടെ, ചിക്കൻ റോൾ കളഞ്ഞൂടെ ഉസ്താദെ? അതല്ല പറയണേ. ഒരു ആഹാര പദാർത്ഥങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കളയാൻ പാടില്ല. ആരെങ്കിലും ഒരാൾ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അള്ളാഹു തരുമെന്നുള്ള പ്രതീക്ഷയിൽ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, വഖാലു ലനാ
ഖാശിഈൻ. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാരാ? അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാരാ? അൽഹംദുലില്ലാഹ്, അവർക്കതാ ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടല്ലോ, അല്ലാഹു തരുന്നതാ. നിറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട വാപ്പമാരോട് പറയുകയാ, നീ നിന്റെ ഭാര്യമാർക്ക്, നീ നിന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ, നീ നിന്റെ ഭാര്യമാർക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ പൈസ കൊടുക്കുമ്പോ, മക്കൾക്കതാ ആഹാരം കൊടുക്കുമ്പോ ഹറാമായ ഭക്ഷണമുണ്ടല്ലോ, ആകാൻ പാടില്ല, ആകാൻ പാടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഇവിടെ നിറഞ്ഞിരിക്കുന്ന ചെറുപറമ്പുകാരോട് പറയുകയാ, ജോലി ചെയ്യണം ചെറുപ്പക്കാരോ, ജോലി ചെയ്യണം എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ. അത് ഹലാലാകുന്ന മാർഗത്തോടു കൂടിയാകുക. പടച്ചവനെ പേടിയുള്ള ജീവിതമുണ്ടല്ലോ, ആരാണ് നയിക്കുന്നത് നാഥാ? അവർക്ക് സ്വർഗമുണ്ടെന്ന് റസൂലുള്ള പറയുകയാ. പലിശയ്ക്ക് കൊടുക്കാൻ പാടില്ല, പലിശയ്ക്ക് പൈസ എടുക്കാൻ പാടില്ല, പലിശയ്ക്ക് സാക്ഷി നിൽക്കാൻ പാടില്ല. ലോൺ എടുത്ത് എന്റെ പ്രിയപ്പെട്ടവരെ വീട് വെക്കുന്നവരാണോ, അതിൽ അല്ലാഹു പടച്ച തമ്പുരാന് ബറക്കത്ത് തരില്ല. അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, നാദാ അറിയാതെ ചെയ്തു പോയതാണ് അല്ലാ, നീ പൊറുക്കണേ നാദാ, നീ പൊറുക്കണേ അല്ലാ. പടച്ചവനെ മനോഹരമാകുന്ന ചെറുപറമ്പിലെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, ഇന്ന് ഇൻസ്റ്റഗ്രാം തരംഗമാണല്ലോ. കണ്ണൂർ സീനത്തെന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ പഴയ പാട്ട് എന്റെ പ്രിയപ്പെട്ടവരെ വൈറലാകുമ്പോ, ആ വൈറലാകുന്ന പാട്ടിന്റെ പ്രിയപ്പെട്ടവരെ ഫോട്ടോക്ക് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഇൻസ്റ്റഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്യുമ്പോ, ലൈക്ക് വരുമ്പോ, ടാഗ് ചെയ്യുമ്പോ, ഷെയർ ചെയ്യുമ്പോ, കൊളാബ് ചെയ്യുമ്പോ, ഇൻവൈറ്റ് ചെയ്യുമ്പോ, അതിലൂടെ നരകത്തിലേക്ക് പ്രവേശനമുള്ളതാ. അല്ലാഹുവിനെ പേടിയുള്ള പെങ്ങളേതാ? അല്ലാഹുവിനെ പേടിയുള്ള ചെറുപ്പക്കാരനേതാ? ഇന്ന് വറുതയിട്ട് വ്യഭിചരിക്കുന്നവരാ, ഇന്ന് തലമറച്ചുകൊണ്ട് വ്യഭിചരിക്കുന്നവരാ, തൊപ്പി ധരിച്ച് കള്ളു കുടിക്കുന്നവരാ, ബിസ്മി ചൊല്ലി കഞ്ചാവടിക്കുന്നവരാ. പാടില്ല, പാടില്ല. കണ്ണൂരിൽ എന്റെ പ്രിയപ്പെട്ടവരെ സിനിമ കാണാൻ പോകുമ്പോ വലത്തേക്കാൽ സിനിമ തിയേറ്ററിൽ എടുത്തു വെച്ചു ബറക്കത്ത് നേടാൻ ആവേശം കൊള്ളുന്ന ചെറുപ്പക്കാരാ. പാടില്ല, പാടില്ല. വകാനൂലനാ ഖാശിഈൻ. പടച്ചവനെ പേടിയുള്ള ജീവിതമാരാ? മോനെ, ചെറുപറമ്പിൽ നല്ലവനാകട്ടെ, ചെറുപറമ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് നന്മകൾ ചെയ്യുന്നവനാകട്ടെ. എന്നാൽ ഹറാമിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ അവന്റെ കുടുംബജീവിതം നയിക്കുന്നവരാണോ? ഭാര്യ പറയുകയാ, ഇക്ക എനിക്ക് കൈ കാണുന്ന വസ്ത്രം വേണമല്ലോ, എനിക്ക് തലമറക്കാത്ത വസ്ത്രം വേണമല്ലോ. പ്രിയപ്പെട്ട മക്കള് പറയുകയാ, എനിക്ക് മുഖം കാണുന്ന വസ്ത്രം വേണമല്ലോ എന്ന് പറയുമ്പോ ഉളുപ്പില്ലാതെ വാങ്ങിച്ചു കൊടുക്കുന്ന ഭർത്താവാരാ? അവരതാ നരകത്തിലാ, അവർക്ക് സ്വർഗമില്ലെന്ന് പറയുമ്പോ വകാനൂലനാ ഖാശിഈൻ. പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാരാ? ദഖലൽ ജന്ന, അവര് സ്വർഗത്തിലാ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ